അങ്ങനെ തിങ്കളാഴ്ച രാവിലത്തെ 6 മണി അലാം അടിച്ചിരിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന് വീണ്ടും വീണ്ടും വരുന്ന തിങ്കളാഴ്ച മടിയെ ചവിട്ടി പുറത്താക്കി കിച്ചണിലേക്ക്. ആദ്യത്തെ പണി തലേന്ന് തിളപ്പിച്ച് വച്ചിരിക്കുന്ന അരി വീണ്ടും തിളപ്പിക്കാൻ വെക്കുക എന്നതാണ്. രാത്രി കുളിച്ച് സ്റ്റൈൽ ചെയ്ത അങ്ങനെ അനക്കാതെ തളർത്താതെ വെച്ചിരിക്കുന്ന സുന്ദരി ഗേൾസിനെ ഒന്ന് സെറ്റാക്കിയെടുത്തു. രാവിലെ എഴുന്നേറ്റ് ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. എങ്കിലും അതിനുള്ളൊരു സാവകാശം മനസ്സിലില്ലാത്തത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചു. ആദ്യം വെന്ത ചോറ് മുഴുവൻ ചോറായിട്ടുണ്ടാവും. ഒരു കുഞ്ഞു മീൽ പ്രിപ്പൊക്കെ തലേന്ന് തന്നെ ചെയ്തു വെച്ചിരുന്നു. ബീറ്റ്റൂട്ട് തോരൻ വെക്കാനാണ് പ്ലാൻ. ബീറ്റ്റൂട്ട്, സബോള ഇതൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉപ്പേരിയാക്കാൻ അടുപ്പത്ത് കയറ്റി. റിയലി സോറി, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യായിരിക്കും ചെയ്യുക അല്ലേ? ഞാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചോറും ഉപ്പേരിയും വെച്ച് കഴിഞ്ഞ ശേഷവും ബാക്കി ദിവസങ്ങളിൽ എഴുന്നേറ്റ ഉടനെയുമാണ് ബ്രഷ് ചെയ്യുക. എന്താലേ? പക്ഷേ വിളക്ക് വയ്ക്കുന്നതിൽ നോ കോംപ്രമൈസ്. ബ്രഷ് ചെയ്ത ശേഷം മാത്രം വിളക്ക് വയ്ക്കുള്ളൂ. ഓരോരോ വിശ്വാസങ്ങളെയും ജീവിതത്തിൽ എല്ലാം ഷെയർ ചെയ്യുന്നവരാണ് പാർട്ട്നേഴ്സ്, ആണോ? എന്തായാലും കുറച്ച് ജോലികൾ ഷെയർ ചെയ്യാൻ മിസ്റ്റർ സൂരജ് എത്തിക്കഴിഞ്ഞു. ജുഗനനെ സ്കൂളിൽ വിട്ട ശേഷം കുറച്ച് കലാപരിപാടികൾ. നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യമായിരിക്കും പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ പുതിയൊരു ഡാൻസ് ഫോം പഠിക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ വിനോദം ഇതാണ്. ഓഫീസിലേക്ക് പോകലും വരലും അത് യാന്ത്രികമായി സംഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യം. എൻ്റെ ലൈഫിലെ ആദ്യത്തെ സോളോ ട്രിപ്പ് എങ്ങോട്ടായിരുന്നെന്നറിയോ? ആര്യാസിലേക്ക്. ആര്യസിൽ നിന്ന് ഒരു പ്ലെയിൻ റോസ്റ്റും ഫിൽറ്റർ കോഫി, പിന്നെ നേരെ ഡാൻസ് ക്ലാസ്. രാത്രി ഒരു 10:30, 11, 11:30 തിരിച്ചെത്താൻ. അത് ഡിപ്പെൻസ് ഓൺ ഡ്യൂറേഷൻ ഓഫ് ഡാൻസ് ക്ലാസ്. ഡിന്നർ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓട്സ് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഡിന്നർ കഴിക്കുന്ന ടൈം കൊണ്ട് നാളത്തേക്കുള്ള അരി കഴുകി ചോറാവാൻ വേണ്ടി തിളപ്പിക്കാൻ അടുപ്പത്ത്. ഓരോ ദിവസവും ഓരോ മൂഡാണ്. ഇന്നെന്തോ വായിക്കാനുള്ള മൂഡാണ്. ഡിന്നറിൻ്റെ ഒപ്പം റീഡിങ്, പിന്നെ ഒരു ജേർണലിങ്. ശുഭം. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.